കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും സഹനങ്ങളെ ഈശോയുടെയും മാതാവിൻ്റെയും സഹനങ്ങളോടുകൂടെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സഹനങ്ങളെല്ലാം രക്ഷാകരമായി തീരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോടും മാതാവിനോടും നമുക്ക് പ്രാർത്ഥിക്കാം. ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശോ തന്റെ പ്രിയപ്പെട്ട അമ്മയെയും അപ്പസ്തോലന്മാരെയും സഹനത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല. ഈശോയും സഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല. സഹനം ഒഴിവാക്കാൻ കഴിവുണ്ടായിട്ടും ഈശോ സഹിക്കാൻ സമർപ്പിച്ചു. തന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കാൻ പാകത്തിന് തന്നെ തന്നെ സഹനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സഹനം രക്ഷാകരമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ഈശോ പഠിപ്പിച്ചു. സഹനങ്ങൾ നമ്മെ ഈശോയോട് അനുരൂപപ്പെടുത്തുന്നു. സഹനത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റപ്പെടുന്നത് പോലെ തോന്നിയേക്കാം. ഈശോ കൈവിട്ടോ എന്ന് തോന്നിയേക്കാം. ഈശോ എന്നെ സ്നേഹിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയേക്കാം. പ്രാർത്ഥനകളൊന്നും ഈശോ കേൾക്കുന്നില്ല എന്ന് തോന്നിയേക്കാം. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. ഭയം തോന്നിയേക്കാം. പ്രത്യേകിച്ച് മരണഭയം തോന്നിയേക്കാം. ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കാൻ നമുക്ക് തോന്നിയേക്കാം. കോപവും അസംതൃപ്തിയും സംശയങ്ങളും തോന്നിയേക്കാം. ആരെയും സ്നേഹിക്കാൻ തോന്നാത്ത അവസ്ഥ ഉണ്ടായേക്കാം. സഹനത്തിന് കാരണക്കാരായ വ്യക്തികളോട് ഈശോയോട് പോലും സ്നേഹക്കുറവ് തോന്നിയേക്കാം. എൻ്റെ പാപമൂലമാണ് ഞാൻ സഹിക്കുന്നത് എന്ന് തോന്നിയേക്കാം. നമ്മളുടെ അനുദിന പ്രാർത്ഥനകൾ പോലും നിർത്തിവെക്കാൻ തോന്നിയേക്കാം. ആത്മീയ മന്ദതയും അലസതയും തീഷ്ണതക്കുറവും തോന്നിയേക്കാം. എന്നാൽ ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട. അത്തരം തോന്നലുകളെ എല്ലാം നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയോടും മാതാവിൻ്റെയും സഹനത്തോടുകൂടി ചേർത്തുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കൂടെയുണ്ട്. ഈശോ സ്നേഹിക്കുന്നുണ്ട്. ആ സഹനത്തിന് പിന്നിൽ നിത്യതയുടെ രഹസ്യം മറഞ്ഞിരിപ്പുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ സഹനത്തിലൂടെ ഈശോയുടെ സഹനത്തിൽ പങ്കുപറ്റുകയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥനകൾ ഒന്നും ഫലിക്കുന്നില്ല, പ്രാർത്ഥനയിൽ ഒരു സന്തോഷവും അനുഭവിക്കുവാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രാർത്ഥന മുടക്കാതിരിക്കുക. ഈശോ ആ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥനയിൽ നമുക്ക് പ്രകടമായ അനുഭവമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും പ്രാർത്ഥനയുടെ ഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈശോ എപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ച് ഈശോയെ ചാരി നിൽക്കുക. എത്രനാൾ ഞാൻ ഈ സഹനങ്ങൾ സഹിക്കേണ്ടി വരും, എത്രത്തോളം സഹിക്കേണ്ടി വരും എന്ന ചോദ്യങ്ങളോ സംശയങ്ങളോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട. ആത്മനാഥനെ ചാരി നിന്ന് സഹിക്കുക. ഹെബ്രായർ 10-ാം 35-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. സഹനനാളിലും ചുറ്റുമുള്ളവരിലേക്ക് വാക്കിലൂടെ, പുഞ്ചിരിയിലൂടെ, പെരുമാറ്റത്തിലൂടെ, പ്രവൃത്തികളിലൂടെ, വിവിധ ശുശ്രൂഷകളിലൂടെ ഈശോയുടെ സ്നേഹത്തിന്റെ പരിമളം നമുക്ക് പരത്താം. സഹനം കയ്പാണെങ്കിലും അതിൽ ഈശോയുടെ സ്നേഹത്തിന്റെ മധുരം ചാലിച്ച് പാനം ചെയ്യണം. അപ്പോൾ സഹനങ്ങളൊക്കെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ട ഇന്ധനമാകും, നിത്യത ഉറപ്പുവരുത്തുന്ന അച്ചാരമാകും എന്ന് നമുക്ക് ഈശോയോടെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ സഹനങ്ങളെയും ഒരിക്കൽ കൂടി കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മദർ തെരേസ പറയുന്നു, സഹനമാണ് വിജയരഹസ്യം. സ്വർണം അഗ്നിയിലൂടെ കടന്ന് ചക്കറകളെല്ലാം മാറി പൂർണ്ണശുദ്ധി നേടുന്നതുപോലെ ആത്മാവ് പൂർണ്ണശുദ്ധി നേടുന്നത് അനുദിനം കടന്നുപോകുന്ന സഹനച്ചൂളയിലൂടെയാണ്. അനുദിനം ലഘുപാപങ്ങൾ അനുദിന വേദനകളിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ചിന്തകളെയും വികാരങ്ങളെയും ഭാവനകളെയും വിശുദ്ധീകരിക്കാൻ സഹനത്തോളം നല്ല മരുന്നില്ല. സഹിക്കുമ്പോൾ നാം പൂർണ്ണമായും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഈശോയിലായി തീരുകയും വിശുദ്ധിയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത്.
വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നു, വിശുദ്ധിയിൽ വളരാനുള്ള ആഗ്രഹത്തിൽ നിന്ന് സഹനത്തിനു വേണ്ടിയുള്ള ദാഹം എന്നിൽ അനുഭവപ്പെട്ടു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു, ഓരോ ദിവസവും സ്വന്തം കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നത് ഏറ്റവും പൂർണ്ണമായ ഒരു പ്രായശ്ചിത്ത പ്രവൃത്തിയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നു, ഗംഭീരമായ പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ ആത്മാക്കൾ സഹനത്തിലൂടെയാണ് രക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തെ സൗന്ദര്യമുള്ളതാക്കുവാനും സൗരഭ്യമുള്ളതാക്കുവാനും തീഷ്ണതയുള്ളതാക്കുവാനും മേൽത്തരം വീര്യമുള്ളതാക്കുവാനും പൂർണ്ണതയിലെത്തിക്കുവാനും ഈശോയെ സ്നേഹിക്കുന്ന പോലെയും ഈശോയെ സ്വീകരിക്കുന്ന പോലെയും സഹനങ്ങളെ സ്നേഹിക്കുക, സ്വീകരിക്കുക. നിത്യതയുടെ വെളിച്ചത്തിൽ സന്തോഷപൂർവ്വം സഹിക്കുക. വചനം പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഈ വചനത്തിന്റെ എല്ലാ അനന്തയോഗ്യതയാല് ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങളും രോഗങ്ങളും രോഗപീഠകളുമെല്ലാം ഈശോയെ അങ്ങയുടെ സഹനത്തോടുകൂടി ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തിൽ നന്ദി പറയുന്നു. ആമേൻ.